വേദിയിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ, പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏപ്രിൽ മാസം 9-ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൺവെൻഷനുകൾ പൂർത്തീകരിച്ച് പടിപടിയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിനിടയിൽ പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ദുഃഖശനി, ഈസ്റ്റർ എല്ലാം അവധി ദിവസമായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗതയിൽ ഏറ്റവും ചിട്ടയായിട്ടുള്ള സംഘടനാ പ്രവർത്തനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മൾ ഒത്തുകൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ ഏറ്റവും മികച്ച ഭരണം, അത് പശ്ചാത്തല വികസന രംഗത്തും സാമൂഹ്യക്ഷേമ രംഗത്തും വൻകിട വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന കാര്യത്തിലുമെല്ലാം നടത്തിയ ഇടപെടലുകളാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ വീണ്ടും ഒരു 5 വർഷം ഭരണ തുടർച്ചയിലേക്ക് വന്നാൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് പ്രകടന പത്രികയുടെ രൂപത്തിലും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നു. പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനും ചെയ്ത കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാം ഒറ്റ മനസ്സോടെ ആഗ്രഹിക്കുകയാണ്, ഈ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച വേണം, ഈ ക്ഷേമ പദ്ധതികൾക്ക് തുടർച്ച വേണം, പശ്ചാത്തല വികസന രംഗത്ത് നടക്കുന്ന വിപ്ലവകരമായ ഈ മുന്നേറ്റത്തിന് തുടർച്ച വേണം. അങ്ങനെ തുടർച്ച വേണമെങ്കിൽ ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് കേരളത്തിൽ ഭരണം തുടരണം. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 1 മാസം മുമ്പ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, അതോടൊപ്പം തന്നെ UDF-ന്റെ കൺവീനർ പത്രസമ്മേളനം നടത്തി. അന്നത്തെ UDF-ന്റെ കൺവീനറുടെ പത്രസമ്മേളനമാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഞങ്ങൾ UDF അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടും എന്നതാണ് അദ്ദേഹം അന്ന് പത്രക്കാരോട് വിവരിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കുക. 1ാം പിണറായി സർക്കാർ 5 വർഷം കൊണ്ട് 1,75,000 പേർക്കാണ് പുതുതായി വീട് നിർമ്മിച്ചു കൊടുത്തത് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി. ഞങ്ങൾ UDF അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന് പ്രസംഗിച്ചവർ അധികാരത്തിൽ വന്നിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ആ പദ്ധതി എന്നേക്കുമായി അവസാനിച്ചേനെ. ഇപ്പോൾ 5 ലക്ഷം പേർക്ക് വീട് നിർമ്മിച്ചു കൊടുത്ത് അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നിർവഹിച്ചത് നമ്മൾ കാണുകയുണ്ടായി. 5 ലക്ഷം വീടെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ 4 പേരെ കൂട്ടിയാൽ 20 ലക്ഷം പേർക്കുള്ള അടച്ചുറപ്പുള്ള വീടാണ്. ഇപ്പോൾ 1,92,000 പേരുടെ വീട് പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ നോക്കിയാൽ 6,92,000 പേരുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. അതിന് ദിവസം കൊണ്ട് ഹരിച്ചാൽ, 10 വർഷത്തെ ദിവസം കൊണ്ട് ഹരിച്ചാൽ ഒരു ദിവസം 133 പേർക്ക് വീട് കൊടുക്കുന്ന സംസ്ഥാനമാണ് ഈ കേരളം. നമ്മൾ ഇതെല്ലാം കണ്ടു ബോധ്യപ്പെടുകയാണല്ലോ ഈ വികസന പ്രവർത്തനം. ഇപ്പൊ ഒരു നുണയുമായി പ്രതിപക്ഷ നേതാവ് ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഇവർ വെറും 4,60,000 വീടല്ലേ നിർമ്മിച്ചു കൊടുത്തത്, വെറും 4,60,000 വീട് എന്ന് ചോദിക്കുകയാണ്. അത് 2-3 മാസങ്ങൾക്ക് മുമ്പാണ്. ഇപ്പൊ 5 ലക്ഷം പൂർത്തീകരിച്ചു. ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഏകദേശം 4 ലക്ഷത്തിലധികം വീട് 5 വർഷം കൊണ്ട് നിർമ്മിച്ചു കൊടുത്തിരുന്നു എന്ന് പച്ചയായ നുണ പ്രചരിപ്പിക്കുകയാണ്. ഈ കേരള നിയമസഭയിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഉപനേതാവായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഒരു ചോദ്യം ചോദിച്ചു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3 മാസം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ചോദ്യം നമ്പർ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം 3142 നമ്പർ ചോദ്യപ്രകാരം ചോദിച്ച ചോദ്യത്തിന് എല്ലാ ഹെഡുകളിലും അവിടെ ആ UDF ഗവൺമെന്റ് നിർമ്മിച്ചു കൊടുത്ത വീടുകളുടെ എണ്ണം മൊത്തത്തിൽ കൂട്ടിയാൽ പോലും 4,000 വീടുകളിൽ താഴെയാണ്. അതാണിപ്പോ നുണ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതിലും കൂടുതൽ നിർമ്മിച്ചു കൊടുത്തിരുന്നു എന്ന് നുണ പറയുന്നത്. അതുകൊണ്ട് ബഹുപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങളുടെ കാലത്ത് ഇത്തരത്തിൽ വീട് നിർമ്മിച്ചു കൊടുത്തതിന്റെ ഗുണഭോക്തൃ ലിസ്റ്റ് ഒന്ന് രഹസ്യമായെങ്കിലും നിങ്ങൾക്ക് ഒന്ന് പുറത്തുവിടാമോ? പത്രക്കാർക്കൊന്ന് കൊടുക്കണ്ട, ഒന്ന് കാണിച്ചു തരാമോ? ഇത്ര വീട്. ഞാൻ സൂചിപ്പിച്ചത് നുണ പ്രചരിപ്പിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയാണ്. ഇപ്പോഴോ വീടിന്റെ സ്ഥലത്തിന്റെ ഉടമസ്ഥന്മാരാക്കി മാറ്റുക, ജനങ്ങളെ ഭൂമിയുള്ളവരാക്കി മാറ്റുക. ഒരു ദിവസം 122 പേർക്കാണ് പട്ടയ വിതരണം നടത്തുന്നത്. 10 വർഷം കൊണ്ട് 4,20,000 പേർക്ക് ഭൂമിയുടെ ഉടമസ്ഥന്മാരാക്കി മാറ്റുന്ന ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ സർക്കാർ ജോലി, ഒരു ദിവസം 87 പേർക്ക് സർക്കാർ നിയമനം കൊടുക്കുകയാണ്. ഒരു മാസം 2,600, ഒരു വർഷം 35,000. 10 വർഷം കൊണ്ട് 3.5 ലക്ഷത്തിലധികം പേർക്ക് സർക്കാർ നിയമനം കൊടുക്കുന്ന ഇന്ത്യയിലെ ഏക ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മാറി. ഞാൻ സൂചിപ്പിക്കുന്നത്, ഏത് മേഖലയും എടുത്ത് പരിശോധിക്കുക. 2016 മുതൽ ഒരു താരതമ്യ പഠനം നടത്തിയാൽ നമുക്കത് ബോധ്യപ്പെടും. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സഖാവ് പിണറായിയുടെ നേതൃത്വത്തിൽ 14 ജില്ലകളിലും എത്തി. എല്ലാ വിഭാഗം ആളുകളെയും കണ്ടെത്തി. അവരോട് ചോദിച്ചു, ഒരു നവകേരളം നമുക്ക് നിർമ്മിക്കണം.
എന്താണ് നിങ്ങളുടെ ആശയം? പലരും അവരുടെ പ്രതീക്ഷകൾ, അവരുടെ സ്വപ്നങ്ങൾ അന്ന് സഖാവ് പിണറായിയുമായിട്ട് പങ്കുവച്ചു. 600 കാര്യങ്ങൾ അടങ്ങുന്ന പ്രകടന പത്രിക നമ്മൾ പുറത്തിറക്കി. ആ പ്രകടന പത്രിക ജനം ചർച്ച ചെയ്തു. അവസാനം ജനങ്ങൾ അത് അംഗീകരിച്ചു. 91 സീറ്റോടെ 42% വോട്ടോടെ 2016 സഖാവ് പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും വേഗതയിൽ നടപ്പാക്കുകയാണ് തന്റെ ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചു. ഏറ്റവും ആദ്യം ഡൽഹിയിൽ ചെന്ന് നിതിൻ ഗഡ്കരി കേന്ദ്ര ഗതാഗത മന്ത്രിയായിട്ട് ചർച്ച നടത്തി. ഇനി ഒരിക്കലും ദേശീയപാതയുടെ പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കേരളത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് UDFന്റെ കാലത്ത് ദേശീയപാതയുടെ ഓഫീസുകൾ പൂട്ടി ഡൽഹിക്ക് തിരിച്ചുപോയ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടത്തി. അവർ പറഞ്ഞു, കേരളത്തിൽ ഭൂമിയുടെ വില അധികമാണ്, ഒരിക്കലും ഈ കേരളത്തിൽ ദേശീയപാത ഞങ്ങൾക്ക് പുനരാരംഭിക്കാൻ പറ്റില്ല. 28 സംസ്ഥാനങ്ങളിൽ 27 സംസ്ഥാനങ്ങളിലും ദേശീയപാതയുടെ പണി നടക്കും, കേരളത്തിൽ നടക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. 5580 കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് എടുത്തു മുടക്കി ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ചിട്ടാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇപ്പോൾ ദേശീയപാതയുടെ പണി പൂർത്തീകരിച്ച് 2 സ്ട്രക്ചറുകളുടെ ഉദ്ഘാടനം കഴിഞ്ഞ മാസം നിർവഹിച്ചത്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ കേരളത്തിന്റെ ദേശീയപാത വികസനവും ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയും എല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നത് നമ്മൾ കണ്ടു. അന്നത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെ കുറിച്ചു: ദേശീയപാതയുടെ പണി പൂർത്തീകരിക്കുവാനും ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കുവാനും സഖാവ് പിണറായി വിജയന് സാധിച്ചാൽ സഖാവ് പിണറായി വിജയൻ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരിയായി ഞങ്ങൾ അംഗീകരിക്കുമെന്ന് ഫേസ്ബുക്കിൽ കുറിച്ച വാചകം ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട്. 1.5 വർഷത്തിനുള്ളിൽ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു. ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന വയൽക്കിളികളുടെ സമരം, കീഴാറ്റൂർ സമരം, നെഞ്ചത്ത് ഗ്യാസ് കുറ്റി കെട്ടിവെച്ച സമരം, റോട്ടിൽ നിസ്കാരപ്പായ വിരിച്ച സമരം, എല്ലാ സമരങ്ങളെയും ഒത്തുതീർപ്പാക്കി മാന്യമായ നഷ്ടപരിഹാരം കൊടുത്ത് ഇപ്പോൾ ഏറ്റവും മാതൃകാപരമായി 60 മീറ്റർ വീതിയിൽ ദേശീയപാതയുടെ പണി പൂർത്തീകരണത്തിന്റെ ഘട്ടത്തിലാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, എത്രയോ പ്രകൃതി ദുരന്തങ്ങളാണ് നമ്മെ വേട്ടയാടിയത്. 2017 നിപ്പ വൈറസ് ഓർമ്മയുണ്ടാകും നിങ്ങൾക്ക്. ഏറ്റവും ആദ്യം മാസ്ക് ധരിച്ച് സാമൂഹ്യ അകലം പാലിച്ച് കോഴിക്കോട്ടേക്കുള്ള ഗതാഗതമെല്ലാം നിയന്ത്രിച്ച് വലിയ ബുദ്ധിമുട്ടിലായി. ചികിത്സിച്ച നേഴ്സ് തന്നെ ആദ്യം മരണത്തിന് കീഴടങ്ങി. ഒരു കൊച്ചുകുട്ടിയുള്ള നേഴ്സ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പേര് നിങ്ങളുടെ ചുണ്ടിലുണ്ടാകും. ആ നേഴ്സ് മരണപ്പെട്ടപ്പോഴേക്കും എല്ലാവരും ഭയപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ ആരോഗ്യ വിഭാഗം തന്നെ കേരളത്തിലേക്ക് എത്തി. എന്നിട്ട് പഠനങ്ങളായി 8 മരണം സ്ഥിരീകരിച്ചപ്പോഴേക്കും നമ്മൾ വൈറസിനെ കണ്ടുപിടിച്ചു. അതുപോലെ ശക്തമായ പ്രതിരോധ നിര കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിഞ്ഞു. വൈറസിനെ കണ്ടുപിടിച്ചപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ആരോഗ്യ വിഭാഗം പറഞ്ഞു, ഇത് കേരളത്തിലല്ല ലോകത്തെവിടെയെങ്കിലും ആണെങ്കിൽ ഒരു 10,000-2000 പേർ മരണപ്പെട്ടാൽ പോലും ഏതു വൈറസാണ് എന്ന് കണ്ടെത്താൻ കഴിയില്ല. കേരളം കണ്ടെത്തിയിരിക്കുന്നു. 12 പേരുടെ മരണം സ്ഥിരീകരിച്ചപ്പോഴേക്കും നമ്മൾ വൈറസിനെ അതിജീവിച്ചുകൊണ്ട് മഹാപ്രതിരോധം സൃഷ്ടിച്ചു. നമ്മൾ ആ മഹാവിപത്തിനെയാണ് നേരിട്ടത്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോ ഓഖി ദുരന്തം 2017 അവസാനം നമുക്ക് ഓർമ്മയുണ്ട്. കടലിൽ പോയ മത്സ്യത്തൊഴിലാളികൾ തിരിച്ചു വന്നില്ല, 100 കണക്കിന് ആളുകൾ. ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം അവരെ കടലമ്മ കൊണ്ടുപോയി. ആ വീടുകളെ എല്ലാം ഏറ്റെടുത്തു. വീട് നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും പുനഃഗ്രഹം പദ്ധതിയുടെ ഭാഗമായി ഫ്ളാറ്റ് നിർമ്മിച്ചു കൊടുത്ത് പുനരധിവസിപ്പിച്ചു. അവരുടെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി കൊടുത്തു. കൃത്യമായി ഗൃഹനാഥൻ ജോലി ചെയ്താൽ കിട്ടുന്ന വരുമാനം ആ വീടുകളിൽ എത്തിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് എല്ലാ ദുരന്ത ബാധിതരെയും സംരക്ഷിച്ചു. ആ ദുരന്തത്തെയും അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നൂറ്റാണ്ടിലെ മഹാപ്രളയം. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? 7 വർഷങ്ങൾക്ക് മുമ്പ് വീടുകൾ തകർന്ന്, റോഡുകൾ തകർന്ന് എല്ലാം പ്രളയം കൊണ്ടുപോയ ഒരു നാടായിരുന്നില്ലേ നമ്മുടെ നാട്? വൈകുന്നേരം എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് 6 മണിക്ക് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് വേണ്ടി നമ്മൾ കാതോർത്തിരിക്കും. ഈ നാടിനെ ദുരന്ത മുഖത്തു നിന്ന് കൈപിടിച്ചുയർത്താൻ ക്രൈസിസ് മാനേജർ CM നടത്തുന്ന ഓരോ വാചകങ്ങളും നമ്മൾ ഒപ്പിയെടുത്തു. നമുക്ക് ഓർക്കാൻ കഴിയുമോ? 7 വർഷം മുമ്പ് പ്രളയം തകർത്ത റോഡുകളുള്ള നാടാണ് നമ്മുടെ കേരളം. 7 വർഷം മുമ്പ് വീടുകൾ തകർന്ന്, സ്കൂളുകൾ തകർന്ന്, സർക്കാർ ആശുപത്രികൾ തകർന്ന്, സർക്കാർ മറ്റ് സ്ഥാപനങ്ങൾ തകർന്ന് എല്ലാം പ്രളയം കൊണ്ടുപോയ ഒരു നാടാണ് ഈ കേരളം എന്ന് നമുക്ക് ഓർത്തെടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാകുന്നു. എല്ലാ പ്രതിബന്ധങ്ങളെയും നമ്മൾ കൃത്യമായി നേരിട്ടുകൊണ്ട് ഈ നാടിനെ പുനഃസൃഷ്ടിക്കാൻ നമുക്ക് ഈ 7 വർഷം കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. 2018 പ്രളയം പോലെ തന്നെ 2019 മറ്റൊരു മഹാപ്രളയം, അതിനെയും നമ്മൾ നേരിട്ടു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കോവിഡ് 1-ാം ഘട്ടം, 2-ാം ഘട്ടം, 3-ാം ഘട്ടം, സാമൂഹ്യ അടുക്കളകൾ തുടങ്ങി. ആ ലോക്ക്ഡൌൺ കാലത്ത് മനുഷ്യർ മാത്രമല്ല, അതുപോലെ പക്ഷി മൃഗാദികൾ പോലും പട്ടിണി കിടക്കരുതെന്ന് പ്രഖ്യാപിച്ച് നമ്മുടെ ഗവൺമെന്റ് നടത്തിയ ഏറ്റവും ശക്തിയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരു ഭാഗത്ത് നിരവധി പ്രകൃതി ദുരന്തം, മറുഭാഗത്തോ പത്രം തുറന്നാൽ ഇടതുപക്ഷ വിരുദ്ധ വാർത്ത.
ചാനൽ തുറന്നാൽ ഇടതുപക്ഷ വിരുദ്ധ ബ്രേക്കിംഗ് ന്യൂസുകൾ. അന്തിച്ചർച്ചകളിൽ ഒരു 4-5 പേർ വന്നിരുന്ന് ആക്രമിക്കുകയാണ് കേരളത്തിന്റെ ഗവൺമെന്റിനെ. സ്വർണ്ണക്കള്ളക്കടത്ത്, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നയതന്ത്ര ബാഗേജിൽ സ്വർണം കള്ളക്കടത്ത്, ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞ ആരോപണം, ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ ഉള്ളിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞ ആരോപണം, ഖുറാന്റെ ഉള്ളിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞ ആരോപണം, ലൈഫ് മിഷന്റെ പേരിൽ അഴിമതി എന്ന് പറഞ്ഞ ആരോപണം. എത്രയോ എത്രയോ ആരോപണങ്ങൾ, എത്രയോ എത്രയോ കള്ളവാർത്തകൾ, നുണവാർത്തകൾ നിരന്തരം പ്രചരിപ്പിച്ചു. CBI വന്നു, NIA വന്നു, കസ്റ്റംസ് വന്നു, ആദായ നികുതി വകുപ്പ് വന്നു, ED വന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തലങ്ങും വിലങ്ങും കേരളത്തിൽ വന്ന് അന്വേഷണ മാമാങ്കങ്ങൾ സൃഷ്ടിച്ചു. നമ്മളോ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് കൃത്യമായി പാലിച്ചുകൊണ്ട് സധൈര്യം മുന്നോട്ട് പോയി. പ്രകൃതി ദുരന്തങ്ങളിൽ തകർന്ന നാടിനെ പുനർനിർമ്മിച്ചു. എല്ലാം നഷ്ടപ്പെട്ട ജനതയെ നെഞ്ചോട് ചേർത്ത് സംരക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞു. അങ്ങനെ 5 വർഷം കൊണ്ട് പ്രകടന പത്രികയിൽ പറഞ്ഞ 600 കാര്യങ്ങളിൽ 590 കാര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് 5 പ്രോഗ്രസ് റിപ്പോർട്ടുകൾ ഇറക്കി നമുക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അങ്ങനെ വരുമ്പോഴാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു 6 മാസം മുമ്പേ UDF-ഉം മാധ്യമങ്ങളും തുടങ്ങി ഇടതുപക്ഷ വിരുദ്ധ ആക്രമണം. അവർ വിചാരിച്ചു ഒരിക്കലും ഈ കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഇടതുപക്ഷം ഒരിക്കലും കേരളത്തിൽ ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല. നുണ പ്രചരിപ്പിച്ചും കള്ളവാർത്തകൾ ചമച്ചും നമ്മെ ആക്രമിച്ചുകൊണ്ടിരുന്നു. നമ്മളോ ജനങ്ങളിലേക്ക് ഇറങ്ങി. ഞങ്ങൾ പറഞ്ഞ വാക്ക് ഇന്നതൊക്കെയായിരുന്നു, ഞങ്ങൾ ചെയ്തത് ഇന്ന കാര്യങ്ങളാണ്, ആ ചെയ്ത കാര്യങ്ങളുടെ ഗുണഫലങ്ങൾ ഇന്നതൊക്കെയാണ് നമ്മൾ വിവരിച്ചു. പ്രിയപ്പെട്ടവരെ, ഓരോ മേഖലയിലെയും നേട്ടം ജനങ്ങൾ വിലയിരുത്തി. വിദ്യാഭ്യാസ മേഖല, UDF-ന്റെ 5 വർഷം 4342 സ്കൂളുകളാണ് അടച്ചുപൂട്ടിയത്. അടച്ചുപൂട്ടപ്പെട്ട സ്കൂളുകളുടെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ കുട്ടികളെ നിരവധി നമ്മൾ കണ്ടു. സ്കൂളിൽ പുതുതായി ഏർപ്പെടുത്തിയ ഫീസ് കൊടുക്കാൻ കഴിയാതെ അമ്പാടി എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടി അമ്മയുടെ സാരി തുമ്പിൽ ജീവിതം അവസാനിപ്പിച്ചത് നമ്മൾ കണ്ടു. ആ ഭരണകാലത്ത് UDF-ന്റെ കാലത്ത് ഇടുക്കി ജില്ലയിൽ വേളാങ്കണ്ണി എന്ന് പറയുന്ന ഒരു പിഞ്ചു പൈതൽ ആകെയുള്ള തന്റെ ഒരു ജോഡി യൂണിഫോം കൊണ്ട് നഗ്നത മറിക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോ ഒരു മുഴം കയറിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ചത് UDF-ന്റെ കാലത്ത് നമ്മൾ കണ്ടു. നന്നായി പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടും ഒരു എഞ്ചിനീയർ ആകാൻ കഴിയില്ല, റാങ്ക് ലിസ്റ്റിൽ മികച്ച റാങ്ക് ഉണ്ടായിട്ടും ഒരിക്കലും തനിക്ക് എഞ്ചിനീയർ ആകാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ പഴയ UDF-ന്റെ കാലത്താണ് രജനി S. ആനന്ദ് എന്ന് പറയുന്ന പെൺകുട്ടി തിരുവനന്തപുരത്ത് പരീക്ഷാ കമ്മീഷണറുടെ ഓഫീസിന് മുന്നിലേക്ക് പോയി. ആ സ്റ്റെപ്പുകൾ കയറി 10ാം നിലയിലെത്തി ആ പരീക്ഷാ കമ്മീഷണർ ഓഫീസിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തത് UDF-ന്റെ ഭരണകാലത്ത്. പുസ്തക സഞ്ചിയും ചോറ്റുപാത്രങ്ങളുമായി ഉത്സവ ചായയോടെ ചിരിച്ചുല്ലസിച്ച് സ്കൂളിലേക്ക് പോയ കോഴിക്കോട് മലാപ്പറമ്പിലെ പിഞ്ചു പൈതങ്ങൾ കണ്ടത് ഇന്നലെ വരെ തങ്ങളുടെ എല്ലാമായിരുന്ന സ്കൂള് മാനേജർ JCB ഉപയോഗിച്ചുകൊണ്ട് തകർത്ത കാഴ്ചയാണ്. പൊട്ടിക്കരയുന്ന കുട്ടികൾ സാക്ഷരത കേരളത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി മാറിയത് നമ്മൾ കാണുകയുണ്ടായി. എന്നാൽ ഈ കഴിഞ്ഞ 10 വർഷം പ്രിയപ്പെട്ടവരെ, യൂണിഫോം ഫ്രീ എന്ന് പറയുമ്പോൾ ഒരു കവറിലിട്ട് യൂണിഫോം തയ്ക്കുന്നതിനുള്ള തുക കൂടി ഗവൺമെന്റ് കൊടുക്കുന്നു. പാഠപുസ്തകം ഫ്രീ, ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ, പാല്, മുട്ട, അങ്ങനെ സ്കൂൾ 55,000 ക്ലാസ് മുറികൾ ഹൈടെക് ആയി മാറി. 11 ലക്ഷം കുട്ടികളാണ് പൊതുവിദ്യാലയത്തിന്റെ ഭാഗമായി മാറിയത്. ഈ 10 വർഷം കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ സമാനതകളില്ലാത്ത മുന്നേറ്റം സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞു. ആരോഗ്യ മേഖല വലിയ ആരോപണമാണ് ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കോട്ടയത്ത് 60 കൊല്ലം പഴക്കമുള്ള ഉപേക്ഷിച്ച ആരും പ്രവേശിക്കരുത് എന്ന് എഴുതി വെച്ച ഒരു ആശുപത്രിയുടെ ബാത്റൂമിൽ ഒരു സ്ത്രീ പോയി അപകടത്തിൽപ്പെട്ടു, ഒരു ബിന്ദു മരണപ്പെട്ടു. വലിയ ആരോപണമാണ്, വലിയ ആക്രമണമാണ് ആരോഗ്യ വകുപ്പിനെതിരെ നടത്തിയത്. അതുപോലെ ഡോക്ടർമാരുടെ ചില നെഗ്ലിജൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടും നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചു. പക്ഷേ ഈ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ വന്ന സമാനതകളില്ലാത്ത നേട്ടങ്ങളെ കുറിച്ച് ഇവർ കുറ്റകരമായ മൗനം തുടരുകയാണ്. പ്രിയപ്പെട്ടവരെ, 1,50,00,000-ലധികം OP ടിക്കറ്റാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ സൗജന്യ ചികിത്സ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന സംസ്ഥാനമായി കേരളം മാറി. ഈ അവസാനത്തെ 3 വർഷം അതിനുള്ള അവാർഡ് കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഈ സംസ്ഥാനത്തിന് തരികയാണ്. ഈ കൊച്ചിയിൽ റീജിയണൽ ക്യാൻസർ റിസർച്ച് സെന്റർ പൂർത്തീകരിച്ചത് 435 കോടി രൂപ കൊടുത്തുകൊണ്ടാണ്. അവയവദാനത്തിന് വേണ്ടി അതിനുവേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഹോസ്പിറ്റലും കോഴിക്കോട് പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 7 അവയവങ്ങൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്തിയ ആദ്യ സർക്കാർ ഹോസ്പിറ്റൽ എന്ന പദവി ഈ എറണാകുളം ജനറൽ ആശുപത്രിക്കാണ്. ഹൃദയം ഉൾപ്പെടെ മാറ്റിവെച്ച് അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അമേരിക്കയാണ് ശിശു മരണ നിരക്കിൽ നമ്മൾ പിന്നിലാക്കിയത്. 1000 കുട്ടികൾ ജനിക്കുമ്പോൾ ഇന്ത്യയിൽ 26 കുട്ടികൾ ജന്മന ആ അവസ്ഥയിൽ തന്നെ മരണപ്പെടും. അമേരിക്കയിൽ അത് 5.86 കേരളത്തിൽ അത് 5-ൽ താഴെയായി കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ മഹാമാതൃകകൾ സൃഷ്ടിക്കുമ്പോഴും
മാധ്യമങ്ങളും വലതുപക്ഷവും കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കുറ്റം പറയാൻ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നാം കാണുകയാണ്. അങ്ങനെ ഓരോ മേഖലയെടുത്ത് പരിശോധിക്കുക. പശ്ചാത്തല വികസന രംഗത്ത് വിപ്ലവകരമായ മാറ്റം വരുത്തിയിരിക്കുന്നു. ദേശീയപാത, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ജലമെട്രോ, AI ക്യാമറ, ഹൈസ്പീഡ് ഫൈബർ ഇന്റർനെറ്റ് കണക്ഷൻ, 55,000 ക്ലാസ് മുറികൾ ഹൈടെക്കായി മാറിയത്, അതുപോലെ മൾട്ടിനാഷണൽ ഹോട്ടലുകളാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന തരത്തിൽ നമ്മുടെ ഹോസ്പിറ്റൽ കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ നിരവധി മേൽപ്പാലങ്ങൾ, നിരവധി പുതിയ പാലങ്ങൾ. 100 പാലമാണ് ലക്ഷ്യമിട്ടത്, 200 പാലത്തിലധികം പണി പൂർത്തീകരിച്ചിരിക്കുന്നു. വിഴിഞ്ഞം പദ്ധതി UDFന്റെ കാലത്ത് കല്ലിട്ട് പോയതാണ്. ആ കല്ലിട്ട് പോയ സ്ഥലത്ത് കപ്പലോടി. ആ കപ്പലോടി എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ മദർഷിപ്പ് വരുന്ന തുറമുഖങ്ങളിൽ ഏറ്റവും വലുത് 3 എടുത്താൽ അതിലൊന്നായി വിഴിഞ്ഞം മാറി. വിഴിഞ്ഞത്തിന്റെ 2ാം ഘട്ടം പൂർത്തീകരിക്കുന്നത് 2045 എന്നതാണ് പ്രഖ്യാപിച്ചിരുന്നത്. ഇനിയും ഒരു 19 വർഷം കഴിഞ്ഞ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, 2028 2ാം ഘട്ടം പൂർത്തീകരിക്കുന്ന തരത്തിൽ വളരെ വേഗതയിൽ ആ പണി പൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുകയാണ്. അങ്ങനെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം പ്രഖ്യാപിക്കുകയും പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഓരോന്നായി നടപ്പാക്കി മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്രം പദ്ധതി അവസാനിപ്പിക്കും, ഞങ്ങൾ UDF അധികാരത്തിൽ വന്നാൽ കേരള ബാങ്ക് പിരിച്ചുവിടും, ഞങ്ങൾ UDF അധികാരത്തിൽ വന്നാൽ എല്ലാ പൊതുവിദ്യാഭ്യാസ യജ്ഞം അവസാനിപ്പിക്കുമെന്നുൾപ്പെടെ എത്ര പ്രഖ്യാപനങ്ങളാണ് അവർ നടത്തിയത്. അങ്ങനെ നടത്തിയപ്പോഴോ കേരളത്തിലെ ജനം പറഞ്ഞു, ഈ കേരളത്തിൽ ഒരു മുന്നണിയും ഇതുവരെ തുടർച്ചയായിട്ട് അധികാരത്തിൽ വന്നിട്ടില്ല എങ്കിലും ഇവിടെ ഇടതുപക്ഷം തന്നെ വരട്ടെ, എല്ലാം റദ്ദാക്കും, എല്ലാം നശിപ്പിക്കുമെന്ന് പറഞ്ഞ UDF നിങ്ങൾ പ്രതിപക്ഷത്ത് തന്നെ ഇരുന്നോളാൻ പറയുന്ന സാഹചര്യം ഉണ്ടായി. 91 സീറ്റിൽ നിന്ന് നമ്മൾ 99 മാറി. 42% വോട്ടിൽ നിന്ന് നമ്മൾ 45.3% വോട്ടായി മാറി. 900 കാര്യങ്ങളാണ് നമ്മൾ പ്രകടന പത്രികയിൽ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അതിൽ ഭൂരിഭാഗം കാര്യങ്ങളും ഇപ്പോൾ നടപ്പാക്കി. 2ാം പിണറായി സർക്കാരും 4 പ്രോഗ്രസ് റിപ്പോർട്ടുകൾ പുറത്തിറക്കി ജനങ്ങളെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുകയാണ്. ഒരിക്കലും സാധിക്കില്ല എന്ന് പറഞ്ഞത് പലതും ഇവിടെ സാധിക്കുകയാണ്. ഒരിക്കലും നടക്കില്ലെന്ന് പ്രഖ്യാപിച്ച പലതും ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ലോക ഭൂപടത്തിൽ തന്നെ ഒരു ടൂറിസം ഭൂപടത്തിൽ കേരളം ഇടം പിടിക്കുന്നതും കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 1,26,00,000 ടൂറിസ്റ്റുകൾ കേരളത്തിൽ വന്നതുമെല്ലാം ഈ കേരളത്തിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള മുന്നേറ്റത്തെ നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും അസാധ്യമെന്ന് വിശേഷിപ്പിച്ച് മാറ്റി നിർത്തിയ പലതും ഈ കേരളത്തിൽ നടക്കും, പൂർത്തീകരിക്കും എന്ന് ബോധ്യപ്പെട്ട ഒരു 10 വർഷത്തിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോയത്. നമുക്കറിയാം, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. ഏറ്റവും വലിയ ആരോപണമായിരുന്നു സാമ്പത്തികം തകർന്നു, കേരളം കടക്കണിയിലാണ്. അന്ന് പ്രധാനമന്ത്രി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് വരുമ്പോ കേരളത്തെ ഉപമിച്ചത് സോമാലിയയോടാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോ നമ്മളെ ഉപമിച്ചത് കേരളം ശ്രീലങ്കയാകാൻ പോകുന്നു, വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട്, ട്രഷറികൾ അടച്ചുപൂട്ടും, പെൻഷൻ നിഷേധിക്കപ്പെടും, പെൻഷൻ ഇല്ലായ്മ ചെയ്യും, അതുപോലെ തന്നെ സപ്ലൈകോ എന്നേക്കുമായി അടച്ചുപൂട്ടും എന്നെല്ലാം പറഞ്ഞ് ഇവിടെ വാർത്തകൾ ചമച്ചുകൊണ്ടിരുന്ന പത്രമാധ്യമങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ രാജ്യത്ത് തന്നെ ഏറ്റവും കടമുള്ള 17 സംസ്ഥാനങ്ങൾ എടുത്താൽ അതിൽ കേരളം ഇല്ല, അതിൽ താഴെയാണ് കേരളം. ട്രഷറികൾ അടച്ചുപൂട്ടിയില്ല, പെൻഷൻ മുടങ്ങിയില്ല. ഇന്ന് വൈകുന്നേരം ഒരു വാർത്ത വന്നു, ഈ വിഷുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെൻഷൻ എത്ര ഗഡു കണ്ടില്ല, 2 ഗഡു ഒന്നായിട്ട് തന്നെ കിട്ടാൻ പോവുകയാണ്. ഒരു പെൻഷന് മുടങ്ങിയില്ല. UDF വരുമ്പോ വെറും 600 രൂപയായിരുന്നു പെൻഷൻ, 18 മാസം കുടിശ്ശികയായിരുന്നു. 600 ഗുണം 32 ലക്ഷം സമം 205 കോടി രൂപ മതി ഒരു മാസം പെൻഷൻ കൊടുക്കാൻ. നമ്മളത് 1000 രൂപയാക്കി, 1600 രൂപയാക്കി, ഇപ്പൊ 2000 രൂപയാക്കി മാറ്റി. 32 ലക്ഷത്തിൽ നിന്ന് അത് 64 ലക്ഷമാക്കി ഉയർത്തി. 64 ലക്ഷം ഗുണം 2000, പ്രിയപ്പെട്ടവരെ, ഏകദേശം 13,000 കോടിയിലധികം രൂപ ഒരു മാസം പെൻഷൻ വിതരണത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. നമ്മളന്ന് പ്രഖ്യാപിച്ചു, ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വന്നാൽ വീട്ടമ്മമാർക്ക് പെൻഷൻ അനുവദിക്കും എന്ന് പലരും കളിയാക്കി. വീട്ടമ്മമാർക്ക് പെൻഷനോ? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? പ്രിയപ്പെട്ടവരെ, നന്നായി പഠിച്ച് നല്ല റാങ്ക് ഒക്കെ ഉണ്ട്, നല്ല മാർക്ക് ഉണ്ട്, വിവാഹമൊക്കെ കഴിഞ്ഞു, കുട്ടികളായി, ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ജോലി അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല. ഒരു 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള 33.5 ലക്ഷം വീട്ടമ്മമാരാണ് ഇത്തരത്തിലുള്ള പെൻഷന് അർഹരായി വീടുകളിലുള്ളത്. അവർ അപേക്ഷ കൊടുത്താൽ അപ്പ അക്കൗണ്ടിലേക്ക് പണം വരികയാണ്. കണക്ട് വർക്ക് യുവജനങ്ങൾക്ക് പെൻഷൻ, പഠിത്തമൊക്കെ കഴിഞ്ഞു, ജോലിക്ക് വേണ്ടി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് വീട്ടിൽ നിന്ന് പൈസ ചോദിക്കാനൊക്കെ ഒരു മടി, മൊബൈലിൽ ചാർജ് ചെയ്യണം, വണ്ടിക്കൂലി വേണം, ഗവൺമെന്റ് കൊടുക്കുകയാണ്. ആ ജോലി തേടുന്നത് വരെ കണക്ട് വർക്ക് 1000 രൂപ വീതം അക്കൗണ്ടിൽ വരുന്നു. ഈ കേരളത്തിന്റെ ജനസംഖ്യ 3.5 കോടി, 18 വയസ്സിന് മുകളിലുള്ള ജനസംഖ്യ 2.25 കോടി.
അതിൽ 1,05,00,000 പേർ ഈ ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള ശ്രദ്ധ കരുതലുകൾ കൃത്യമായി പെൻഷൻ വാങ്ങിക്കുന്നവരായി മാറുകയാണ്. ഒന്നാലോചിച്ച് നോക്കിയേ, ഇത്രയധികം സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഏത് പ്രദേശമാണ് ഈ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോ എത്ര ഒറ്റക്കെട്ടായിട്ടാണ് നമ്മൾ നേരിട്ടത്. ചൂരൽമല മുണ്ടക്കൈ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ആ ജൂലൈ മാസം 30-ാം തീയതി അത്താഴം കഴിഞ്ഞ് സന്തോഷത്തോടെ കിടന്നുറങ്ങിയ 500-ലധികം ആളുകൾ പിറ്റേ ദിവസം ഉണർന്നില്ല. 3 വാർഡുകൾ ഒലിച്ചുപോയി. ഒന്നാലോചിച്ച് നോക്കിയേ, പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിലെ 3 വാർഡുകൾ. അപ്പൊ നമുക്ക് ഭൂമിശാസ്ത്രപരമായ ഒരു അതിർത്തി മനസ്സിലേക്ക് വരും. ഇല്ല, അത് എടുത്തുകൊണ്ടുപോയി ഭൂമി. ആ പ്രകൃതി ദുരന്തം ഉരുൾപൊട്ടലിൽ തകർന്ന് തരിപ്പണമായി മാറി. 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പ്രധാനമന്ത്രി വന്നു. ഒരു കുട്ടിയെ എടുത്ത് ഉമ്മ വച്ച് റീൽ നിർമ്മിച്ചു. എന്നിട്ട് പറഞ്ഞു, പണത്തിന്റെ കുറവ് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല, കൃത്യമായിട്ടുള്ള പാക്കേജ് ഇതേ അനുവദിക്കാൻ പോകുന്നു. മാസം കഴിഞ്ഞു, വർഷം കഴിഞ്ഞു. ഹൈക്കോടതി പലതവണ ചോദിച്ചു, ആ ദുരന്തത്തിൽപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ടവരുടെയെങ്കിലും കടം നിങ്ങൾക്ക് എഴുതി തള്ളിക്കൂടെ? എന്താ പറഞ്ഞ്? ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ സെക്ഷൻ 13 പ്രകാരം പ്രകൃതി ദുരന്തത്തിൽപ്പെട്ടവരുടെ കടം എഴുതി തള്ളാൻ നിയമപരമായ ഉത്തരവാദിത്തമുണ്ട്. അവസാനം ആ വകുപ്പ് എടുത്തു കളഞ്ഞു എന്നല്ലാതെ കടമെഴുതി തള്ളിയില്ല. എന്നിട്ടെന്താ? കൊച്ചുകുട്ടികൾ കുടുക്ക പൊട്ടിച്ചും ഉമ്മമാർ ആടിനെ വിറ്റും പശുവിനെ വിറ്റും എല്ലാം സമ്പാദിച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയച്ചു കൊടുത്തു. ഡിവൈഎഫ്ഐയുടെ പ്രിയപ്പെട്ട സഖാക്കൾ കല്ല് ചുവന്നും തടി ചുവന്നും കൂലിപ്പണിയെടുത്തും തട്ടുകട നടത്തിയുമെല്ലാം അധ്വാനിച്ചുണ്ടാക്കിയ പണം ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു. ഇപ്പോഴിതാ 178 പേർക്ക് വീട് നിർമ്മിച്ച് വീട് കൈമാറി വെറും 316 ദിവസം കൊണ്ട് വീടുകൾ നിർമ്മിച്ചു കൊടുത്തു. 232 പേരുടെ വീട് പണി പൂർത്തീകരിച്ചിരിക്കുന്നു. മനോഹരമായ ടൗൺഷിപ്പ് പൂർത്തീകരിച്ച് ഏറ്റവും മാന്യമായി അത് അവിടുത്തെ ദുരന്ത ബാധിതർക്ക് നറുക്കിട്ട് കൊടുക്കുകയാണ്. ഏറ്റവും സുരക്ഷിതത്വമുള്ള വീട്. അതും കൽപ്പറ്റ ടൗണിൽ 7 സെന്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ അത് 1 കോടി രൂപയോളം വില വരുന്ന സ്ഥലവും വീടും ടൗൺഷിപ്പ്, തിയേറ്ററുകൾ, സ്കൂളുകൾ, ബാങ്കുകൾ, അതുപോലെ ഓഡിറ്റോറിയം എല്ലാം നിർമ്മിച്ചു കൊടുക്കുന്ന കാഴ്ച നാം കാണുകയാണ്. മറുഭാഗത്തോ കോൺഗ്രസ് ഒരു ആപ്പ് വെച്ച് വലിയ പണപ്പിരിവ് നടത്തി വലിയ തരത്തിൽ കോടികൾ സമ്പാദിച്ച് ഇതുവരെ ഒരു കല്ലിട്ടിട്ടുണ്ട്. വലിയ ആരോപണം ഉയർന്നു വന്നപ്പോ ആ ഒരു കല്ലിന് മുകളിൽ മറ്റൊരു കല്ല് വയ്ക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ആപ്പ് വെച്ച് പണം പിരിച്ച കോൺഗ്രസ് ആപ്പ് മുക്കി. യൂത്ത് കോൺഗ്രസോ കോടികൾ പിരിച്ചു, എന്നിട്ടോ വീട് പോയിട്ട് ഒരു തരത്തിലും സ്ഥലം കണ്ടെത്താൻ പോലും യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞില്ല. ഏതെങ്കിലും മാധ്യമങ്ങൾ അതൊരു വാർത്തയാക്കുന്നുണ്ടോ? ഏറ്റവും ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ പ്രളയകാലത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പച്ചക്കറിയും പലവ്യഞ്ജനവും കൊണ്ടുവന്ന ഓട്ടോറിക്ഷയ്ക്ക് 70 രൂപ ഓട്ടോയ്ക്ക് കൂലി കൊടുക്കാൻ പിരിവ് നടത്തിയ ആ ഓമനക്കുട്ടൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ബ്രാഞ്ച് സെക്രട്ടറിയെ കള്ളനാക്കി 7 ദിവസം മാധ്യമ ചർച്ച നടത്തിയ ഏഷ്യാനെറ്റ് അടക്കം കുറ്റകരമായ മൗനം തുടരുകയാണ്. കോടികൾ ചൂരൽമല മുണ്ടക്കൈയുടെ പേരിൽ പിരിച്ച് മുക്കിയ കോൺഗ്രസിനെ കുറിച്ച്. ഇതാണ് താരതമ്യ പഠനം. കോൺഗ്രസിന്റെ കാലത്ത് എന്തായിരുന്നു? UDF-ന്റെ കാലത്ത് എന്തായിരുന്നു? UDF-ന്റെ കാലത്ത് 5 കൊല്ലം കൊണ്ട് സ്കൂളുകൾ അടച്ചുപൂട്ടി ആ മേഖലയെ തകർത്തു. യുവജനങ്ങളുടെ തൊഴിൽ സ്വപ്നങ്ങളെ തകർത്തു. ആരോഗ്യ മേഖലയെ തകർത്തു തരിപ്പണമാക്കി മാറ്റി. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോന്നായി വിറ്റഴിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ എന്നേക്കുമായി നിന്നുപോയി. 18 മാസം കുടിശ്ശികയായി മാറി. ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും കേരളത്തിലെത്തിയില്ല. എന്നാൽ ഈ 10 വർഷം കൊണ്ട് സമാനതകളില്ലാത്ത വികസന മുന്നേറ്റം പശ്ചാത്തല വികസന രംഗത്തും സാമൂഹ്യ സുരക്ഷാ രംഗത്തും വികസന പദ്ധതികളുടെ പൂർത്തീകരണത്തിന്റെ കാര്യത്തിലും എല്ലാം ബഹുദൂരം മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞു. ഇപ്പൊ കുന്നത്തുനാട് MLA ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. 2331 കോടി രൂപയുടെ വികസനമാണ് ഈ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ ഈ 5 വർഷം കൊണ്ട് പൂർത്തീകരിച്ചത്. ഇന്നൊരു സംഭവം ഉണ്ടായി. രാവിലെ ഏഷ്യാനെറ്റിന്റെ ഒരു പരിപാടി, ഓരോ മണ്ഡല വിശകലനമാണ്. ഏഷ്യാനെറ്റിലെ ഒരു പ്രധാനപ്പെട്ട ആങ്കർ ഉണ്ണി ബാലകൃഷ്ണൻ അങ്ങ് പറയുകയാണ്, കുന്നത്തുനാട്ടിൽ വികസന വിരോധമായിരുന്നു, വികസനത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. അപ്പൊ തന്നെ ഉണ്ണി ബാലകൃഷ്ണൻ നേരിട്ട് വിളിച്ചു ഞങ്ങൾ. എന്നിട്ട് നമ്മുടെ ആ ബുക്കിലെറ്റ് അങ്ങ് അയച്ചു കൊടുത്തു. എന്നിട്ട് സമയം കിട്ടുമ്പോൾ താങ്കൾ 40 പേജ് ഒന്ന് മറച്ചു നോക്കണം, ഓരോ പദ്ധതിയെ കുറിച്ചൊന്ന് വായിക്കണം, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനെങ്കിലും റെസ്റ്റ് കിട്ടുമല്ലോ എന്ന് വായിച്ചിട്ടൊന്ന് തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞു. കൃത്യം 1:30 ഉണ്ണി ബാലകൃഷ്ണൻ തിരിച്ചു വിളിച്ചു. വെരി വെരി സോറി, എനിക്ക് തെറ്റുപറ്റി, ഞാൻ ഇതൊന്നും അറിയാതെ പറഞ്ഞു പോയതാണ്. കുന്നത്തുനാട് എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വികസനം വന്ന 2 മണ്ഡലങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. MLA-യോടും പറയണം എന്നോട് ക്ഷമിക്കാൻ. നാളെ രാവിലെ ഞാനൊരു സ്പെഷ്യൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. കാരണം എല്ലാ രംഗത്തും, റോഡായാലും ക്ഷേമമായാലും അതുപോലെ നഗറുകളുടെ വികസനമായാലും പാലമായാലും സ്കൂളുകളായാലും ആരോഗ്യരംഗമായാലും
ഇത്ര സമഗ്രമായ വികസനം നടന്ന ഒരു മണ്ഡലമാണ് കുന്നത്തുനാട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് വെരി വെരി സോറി എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, നാളെ എന്തോ അവർ സ്പെഷ്യൽ പ്രോഗ്രാം നടത്തുന്നതിനെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ സൂചിപ്പിച്ചത് വലിയ തരത്തിൽ നുണ പ്രചരിപ്പിക്കുന്നുണ്ട്, തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മുടെ വികസന നേട്ടങ്ങൾ, സമാനതകളില്ലാത്ത മുന്നേറ്റം കണ്ടിട്ട് സഹിക്കാൻ കഴിയാത്തവർ നുണപ്രചരണവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു രംഗത്തും നമ്മുടെ വികസന നേട്ടങ്ങൾക്ക് പിന്നിലാക്കാൻ UDF കഴിയില്ല എന്ന് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് അതായിരുന്നു ഇതായിരുന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. ഒറ്റ കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 57 നമ്മൾ അധികാരത്തിൽ വന്നു. കേരളത്തിൽ 2 വർഷമാണ് കേരളം ഭരിച്ചത്. നിരവധി പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ നമുക്ക് കഴിഞ്ഞു. പക്ഷേ ആ പദ്ധതികളുടെ തുടർച്ചയിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞില്ല. 67 നമ്മൾ അധികാരത്തിൽ വന്നു. 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഗവൺമെന്റ് താഴെ പോയി. നിരവധി പദ്ധതികൾ കൊണ്ടുവന്നിട്ട് അതും തുടർച്ചയിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞില്ല. പിന്നെ നമ്മൾ 80 അധികാരത്തിൽ വന്നു. കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ അടക്കമുള്ള നിരവധി പദ്ധതികൾ നമ്മൾ നടപ്പാക്കി. പക്ഷേ ആ പദ്ധതികളും തുടർച്ചയിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞില്ല. പിന്നെ നമ്മൾ അധികാരത്തിൽ വരുന്നത് 87 നിരവധി പദ്ധതികൾ നടപ്പാക്കി. 4 വർഷം കേരളം ഭരിച്ചു. പക്ഷേ ഭരണ തുടർച്ചയില്ല എന്നതുകൊണ്ട് സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞത്തിന്റെ പോലും തുടർച്ചയിൽ കൊണ്ടുപോകാൻ UDF അനുവദിച്ചില്ല. പിന്നെ നാം അധികാരത്തിൽ വന്നത് 1996 അധികാര വികേന്ദ്രീകരണവും ജനകീയാസൂത്രണവും എല്ലാം നടപ്പാക്കി. 5 വർഷമാണ് തുടർച്ചയായി ആദ്യമായി ഭരിച്ച കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്. 96 മുതൽ 2001 വരെ കേരളം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരായിരുന്നു. പക്ഷേ അന്നും നമുക്ക് ഭരണ തുടർച്ചയില്ലാത്തത് കൊണ്ട് ആ 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾക്ക് തുടർച്ചയുണ്ടായില്ല. പിന്നെ നാം അധികാരത്തിൽ വരുന്നത് 2006 സഖാവ് VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലാണ്. പ്രിയപ്പെട്ടവരെ, പശ്ചാത്തല വികസന രംഗത്ത് വിപ്ലവകരമായ നേട്ടം കൊയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞു. റോഡിന് നിലവിലുള്ള വീതി പോരാ, വേഗത പോരാ, പുതിയ ദേശീയപാതകൾ അടക്കം നമുക്ക് വേണമെന്ന് ആഗ്രഹിച്ചു, പ്രഖ്യാപിച്ചു. അതിനുവേണ്ടി പണം കണ്ടെത്തി, സംയോജിതമായി ഇടപെടലുകൾ നടത്തി. റെയിൽവേ കാര്യക്ഷമമാക്കാൻ, ഊർജ പദ്ധതികൾ കാര്യക്ഷമമാക്കി മാറ്റാൻ, ഇന്റർനെറ്റ് മനുഷ്യന്റെ അവകാശമാക്കി മാറ്റാൻ, അങ്ങനെ പശ്ചാത്തല വികസന രംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിച്ചത് 2006 മുതൽ 2011 വരെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. പക്ഷെ ആ ഗവൺമെന്റിനും ഭരണ തുടർച്ച കിട്ടിയില്ല. വെറും 2 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് 2011 നമുക്ക് ഭരണം നഷ്ടപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, 2016 നമ്മൾ വർദ്ധിത വീര്യത്തോടെ തിരിച്ചു വന്നു. നിരവധി ക്ഷേമ പദ്ധതികൾ നടപ്പാക്കി, വികസന പദ്ധതികൾ നടപ്പാക്കി. ഒരു നവകേരള നിർമ്മിതിയിലേക്ക് കുതിച്ചു മുന്നേറാൻ നമുക്ക് കഴിഞ്ഞു. ആ ഗവൺമെന്റിനാണ് ചരിത്രത്തിൽ ആദ്യമായി ഭരണ തുടർച്ച കിട്ടിയത്. ആ ഭരണ തുടർച്ചയുടെ നേട്ടങ്ങൾ നമ്മൾ അനുഭവിക്കുകയാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇതെല്ലാം തകർക്കും, ലൈഫ് മിഷനും പൊതുവിദ്യാഭ്യാസ യജ്ഞവും ആദ്രം പദ്ധതിയും എല്ലാം തകർക്കുമെന്ന് പറഞ്ഞവർ, ആ പറഞ്ഞവരുടെ നേരെ നോക്കി ലൈഫ് പദ്ധതിയുടെ വീട് നിർമ്മാണം ഇരട്ടിയിലധികമാക്കി മാറ്റി. ആദ്രം പദ്ധതിയുടെ ഭാഗമായി ആരോഗ്യ മേഖലയിൽ സമൂലമായ മാറ്റം വരുത്തി. അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി 11 ലക്ഷം കുട്ടികളെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തി നടത്തിയ ഇടപെടലുകളെല്ലാം ഈ ഭരണ തുടർച്ചയുടെ ഭാഗം തന്നെയാണ്. നമുക്കെതിരെ എന്നും 2 ആരോപണങ്ങളാണ് നിലനിന്നത്. ഒന്നാമത്തെ ആരോപണം, സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തുള്ള നേട്ടം ഉന്നത വിദ്യാഭ്യാസ രംഗത്തില്ല, നമ്മുടെ കുട്ടികളൊക്കെ പഠനത്തിന്റെ ഭാഗമായി വിദേശത്തേക്ക് പോവുകയാണ് എന്നതായിരുന്നു ഒരു ആരോപണം. പ്രിയപ്പെട്ടവരെ, പഠനത്തിന്റെ ഭാഗമായി കുട്ടികൾ വിദേശത്തേക്ക് പോകുന്ന കണക്കെടുത്ത് നോക്കിയാൽ ആദ്യത്തെ 10 സംസ്ഥാനത്തിൽ ഈ കേരളം ഇല്ല. എന്നാൽ പഠനത്തിന്റെ ഭാഗമായി വിദേശ വിദ്യാർത്ഥികൾ ഈ കേരളത്തിലേക്ക് വരികയാണ്. നിങ്ങൾക്കറിയോ, കേരള യൂണിവേഴ്സിറ്റി, ഈ നമ്മുടെ ബഹുമാനപ്പെട്ട MLA എത്തിച്ചേർന്നിരിക്കുന്നു, നമ്മുടെ സ്ഥാനാർത്ഥി എത്തിച്ചേർന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൊതുവിദ്യാലയം കേരള യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ വിദ്യാഭ്യാസ വർഷം 81 ലോകരാജ്യങ്ങളിലെ 1620 കുട്ടികളാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അപേക്ഷ കൊടുത്തത്. അമേരിക്ക, റഷ്യ, ഫ്രാൻസ്, ജപ്പാൻ, ചൈന അടക്കമുള്ള വികസിത രാജ്യങ്ങളിലെ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി കേരളത്തിലേക്ക് വരുന്നു. ഈ കൊച്ചി യൂണിവേഴ്സിറ്റി വൈകുന്നേരം അങ്ങോട്ടൊക്കെ പോയാൽ നമുക്കറിയില്ലാത്ത ഭാഷകളാണ് ഈ കുട്ടികൾ സംസാരിക്കുന്നത്. കാരണം വിദേശ വിദ്യാർത്ഥികൾ നിരവധിയാണ്. ഈ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സർവകലാശാല എടുത്താൽ, പ്രിയപ്പെട്ടവരെ, 15 സർവകലാശാല എണ്ണിയാൽ അതിൽ 3 എണ്ണം ഈ കൊച്ചു കേരളത്തിൽ നിന്നാണ്. ഈ രാജ്യത്തെ ഏറ്റവും മികച്ച കോളേജുകൾ 100 എണ്ണം എടുത്താൽ അതിൽ 20 കോളേജുകൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നാണ്. ഈ രാജ്യത്തെ ഏറ്റവും മികച്ച സർക്കാർ കോളേജുകൾ എടുത്താൽ അതിൽ 2ാം സ്ഥാനം എറണാകുളം മഹാരാജാസ് കോളേജിനാണ്. ഈ രാജ്യത്തെ ആകെ സർക്കാർ നിയമനം എടുത്താൽ അതിൽ പകുതിയിലധികം ഈ കൊച്ചു കേരളത്തിൽ നിന്നാണ്. ഒരു വർഷം 35,000 പേർക്ക് നിയമനം കൊടുക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും കഴിയാത്ത സാഹചര്യമാണ്. ഇതെല്ലാം പോട്ടെ, അടുത്ത ആരോപണം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ വ്യവസായ സംരംഭകരെ ആകർഷിക്കുന്ന കാര്യത്തിലായിരുന്നു. ഈ കേരളത്തിലൊന്നും വരില്ല എന്ന് പറഞ്ഞ നിരവധി ആളുകൾ, നമുക്കറിയാം എത്രയോ ആക്ഷേപങ്ങളാണ് നമ്മൾ കേട്ടത്. എന്നാൽ 4 വർഷം മുമ്പ് 28ാം സ്ഥാനത്തായിരുന്ന
കേരളം 3 വർഷം മുമ്പ് അത് 15ാം സ്ഥാനത്തായി. കഴിഞ്ഞ വർഷം അത് 1ാം സ്ഥാനത്തെത്തി. ഈ തവണ നമ്മൾ വളരെ ശക്തമായി തന്നെ 1ാം സ്ഥാനം നിലനിർത്തി. വേൾഡ് ട്രേഡ് സെന്റർ പോലും ഈ കേരളത്തിൽ വന്ന നിക്ഷേപം ഇറക്കുന്നു. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടന്നു കഴിഞ്ഞ മാസം ഈ കൊച്ചിയിൽ. 195,000 കോടി രൂപയുടെ നിക്ഷേപമാണ് അവിടെ പ്രഖ്യാപിക്കപ്പെട്ടത്. 3 മാസത്തിനുള്ളിൽ 39,000 കോടി രൂപയുടെ നിക്ഷേപം ഈ കേരളത്തിൽ വന്നു. ദാവോസിൽ നടന്ന ലോക എക്കണോമിക് ഫോറം, അവിടെയും 1.17 ലക്ഷം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തെ തേടിയെത്തുകയാണ്. നമ്മുടെ കുട്ടികൾ ഫൈനൽ ഇയർ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് തൊഴിൽ അന്വേഷകരല്ല, തൊഴിൽ ദാതാക്കളായിട്ടാണ്. ഒരു 10-15 പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കാൻ ശേഷിയുള്ളവരായി നമ്മുടെ ചെറുപ്പക്കാർ മാറുകയാണ്. അതിന്റെ ഭാഗമായി വിജ്ഞാന സമൂഹമായി നമ്മുടെ സമൂഹം മാറുന്നു. വീട്ടിലുള്ള വീട്ടമ്മമാർ പോലെ വരെ 3 മാസം കൊണ്ട് സോഫ്റ്റ് സ്കില്ലുകൾ നേടി വിവിധ മേഖലയിൽ പണിയെടുക്കാൻ പ്രാപ്തരായി തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിലുള്ള നോളജ് മിഷന്റെ ഭാഗമായി മാറുന്നത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ മേഖലയിലുമുള്ള ഈ വികസനത്തിന് തുടർച്ച വേണം. എല്ലാ മേഖലയിലുമുള്ള ഈ വികസന പ്രവർത്തനങ്ങൾ വരുന്ന 5 കൊല്ലം കൂടി തുടരാൻ കഴിഞ്ഞാൽ ലോകത്തിന് മാതൃകയായി ഒരു വിജ്ഞാന സമൂഹമായിട്ട് നമുക്ക് മാറാൻ കഴിയും. അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിന്റെ ഭാഗമായി നമ്മളെല്ലാവരും അങ്ങ് ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഈ വികസന പ്രവർത്തനങ്ങൾ ചർച്ചയാകരുത്, മറിച്ച് വിവാദങ്ങൾ ചർച്ചയാക്കണം, നുണപ്രചരണങ്ങൾ ഉണ്ടാക്കണം. ആ നുണകൾക്ക് പകരം നമ്മൾ മറുപടി കൊടുത്തു പോകുമ്പോൾ അവർ വികസന പ്രവർത്തനങ്ങൾ താനേ ജനങ്ങൾ മറന്നോളും എന്ന കനകോലു സിദ്ധാന്തവുമായി ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നുണ വന്നാൽ നമുക്കതിനെ പ്രതിരോധിക്കണം, ശക്തമായി തന്നെ പ്രതിരോധിക്കണം. അതോടൊപ്പം വികസന പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് തന്നെ വിശദീകരിക്കണം. ഞാൻ ചുരുക്കുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 2331 കോടി രൂപയുടെ വികസനം എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ വികസനമല്ല. അന്ന് പാലത്തിന്റെ എല്ലാം ആ കോല് മാത്രം ഇട്ട്, തൂണ് മാത്രം ഇട്ടുപോയ കോരങ്കടവടക്കം എത്രയോ പാലങ്ങൾ കൃത്യമായി വീതിയുള്ള മനോഹരമായ പാലമാക്കി മാറ്റിയത് നമ്മുടെ MLA യുടെ നേതൃത്വത്തിലാണ്. ചൂണ്ടി മുതൽ രാമമംഗലം വരെയുള്ള റോഡ് എത്ര മാസങ്ങൾ ഇവിടെ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ നടന്ന മേഖലയാണ്. എത്ര BNBS നിലവാരത്തിൽ എത്ര മനോഹരമാക്കി മാറ്റിയിരിക്കുന്നു. ഞാൻ വരുന്നത് നെല്ലാട് നിന്നാണ്. നെല്ലാട് മുതൽ അങ്ങ് പള്ളിക്കര വരെയുള്ള റോഡ് ആ 2020 വീതി കൂട്ടാൻ പൊളിച്ചിട്ട് എത്ര വർഷങ്ങളാണ്. എത്രയോ ആളുകൾക്ക് അപകടമുണ്ടായി കിടന്ന കിടപ്പ് നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ എത്ര മനോഹരമായ റോഡാണ്. റോഡായാലും സ്കൂളായാലും ആശുപത്രിയായാലും മേൽപ്പാലങ്ങളായാലും യുവജനക്ഷേമ പദ്ധതികളായാലും വയോജനക്ഷേമ പദ്ധതികളായാലും 5 വർഷം കൊണ്ട് 2331 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ കേരളത്തിൽ നടത്തിയെങ്കിൽ, ഈ കുന്നത്തുനാട്ടിൽ നടത്തിയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ കുന്നത്തുനാടിന്റെ വികസന നേട്ടങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുക, പ്രത്യേകിച്ച് ഈ 10-20 ദിവസം വിവാദങ്ങളുടെ പുറകെ മാത്രം പോകുക എന്നതുകൊണ്ട് തന്നെയാണ് നുണപ്രചരണവുമായിട്ട് ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ഭാഗമായി മുഴുവൻ സഖാക്കളും അണിനിരക്കണം. ഇപ്പൊ മണ്ഡലം കൺവെൻഷൻ നാളെ പട്ടിമറ്റത്ത്, 25-ാം തീയതി മുതൽ സ്ഥാനാർത്ഥിയുടെ പര്യടനം 8 ദിവസം കൊണ്ട് 8 പഞ്ചായത്തുകളിൽ, അതുപോലെ തന്നെ 6-ാം തീയതി മെഗാ റോഡ് ഷോ, 7-ാം തീയതി കലാശക്കൊട്ട്, അതിനിടയിൽ വിദ്യാർത്ഥി യുവജന സ്ക്വാഡുകൾ അടക്കം അങ്ങനെ ചിട്ടയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നമ്മൾ രൂപം കൊടുത്തിട്ടുണ്ട്. മുഴുവൻ പാർട്ടി സഖാക്കളെയും അനുഭാവികളെയും വർഗ ബഹുജന സംഘടനാ പ്രവർത്തകരെയും എല്ലാം തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്ന ഈ യുദ്ധത്തിന്റെ ഭാഗമായി അണിനിരത്താൻ കൃത്യമായി ഇടപെടൽ നമ്മൾ നടത്തണം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ പോരാടിയില്ല എങ്കിൽ, ഇപ്പോൾ നമ്മൾ ശക്തമായി പ്രതികരിച്ചില്ല എങ്കിൽ, നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ അധികം വിശദീകരിക്കുന്നില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രശ്നമാണ് എന്ന് പറഞ്ഞ് വലിയ സംഘടന ഉണ്ടാക്കി എനിക്ക് സാമൂഹ്യ സേവനം നടത്താൻ വെമ്പൽ കൊള്ളുകയാണെന്നൊക്കെ പറഞ്ഞു വന്ന മുതലാളി ആ ED വന്ന് 3 തവണ കയറി ഇറങ്ങിയതോടെ നേരെ പോയി BJP RSSന്റെ ഭാഗമായി മാറി. ഇപ്പൊ RSSന് കീ വിളിച്ചുകൊണ്ട് നടക്കുന്ന മുതലാളിയെ പറ്റി നമ്മൾ കേൾക്കുകയാണ്. ഇപ്പൊ മുതലാളി അടൂരിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് പറയുന്നത് എന്തൊക്കെയാണോ മുതലാളി നേരത്തെ പറഞ്ഞത് അതൊക്കെ തിരുത്തി പറയുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസും NDAയും രണ്ടുപേരും ഈ മണ്ഡലത്തിന്റെ വികസനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ്. ഇവിടുത്തെ ജനകീയ മുന്നേറ്റത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി മുഴുവൻ ബഹുജനങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി നിങ്ങൾ അണിനിരക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് LDFന്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റിന് വേണ്ടി മുഴുവൻ സഖാക്കളെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സഖാക്കളെ, അഭിവാദ്യങ്ങൾ.